16-കാരിയായ കവിത പണിക്ക് പോവുകയാണ്. കുടുംബത്തിന്റെ തുച്ഛ വരുമാനത്തിലേക്ക് മാസം 2000 രൂപയാണ് കവിതയുടെ സംഭാവന. 7ാം ക്ലാസ്സിൽ കവിതയും കൂട്ടുകാരികളും പഠിത്തം നിർത്തി. പിന്നെ തുണിമില്ലിൽ പണിക്ക് ചേർന്നു. പഠിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വീട്ടിലെ പ്രാരാബ്ദങ്ങൾ മൂലം. എത്ര വരെ പഠിച്ചു? 7 വരെ. ഇവിടെ ഒരു സ്കൂളിൽ ഒരു കലോത്സവമൊക്കെ നടക്കുന്നുണ്ട്, അറിയാമോ? കേട്ടിട്ടേ ഇല്ല. ഇത് വിദ്യ, 3 വയസ്സുകാരിയുടെ അമ്മ. 2ാമത്തെ പ്രസവം അടുത്തിരിക്കുന്നു. സ്കൂളിൽ പോയിട്ടേയില്ല. കല്യാണം കഴിഞ്ഞ് 2-3 വർഷമൊക്കെ ആയി. ഒരു കുട്ടിയുണ്ട്. 12-കാരിയായ ഷാഹിന പഠിത്തം ഉപേക്ഷിച്ചത് 4ാം ക്ലാസ്സിൽ വെച്ചാണ്. പിന്നെന്താ പഠിത്തം നിർത്തിയേ? പഠിക്കാൻ ആഗ്രഹമുണ്ടോ? പഠിക്കണം ആഗ്രഹമുണ്ടോ? കവിതയെപ്പോലെ വിദ്യയെപ്പോലെ അനവധി കുട്ടികളുണ്ട് നിർധന കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ കോളനികളിൽ. ഈ കലോത്സവ കാലത്ത് ഞങ്ങളൊരു സാമൂഹ്യ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇവരിലുമുണ്ട് കലാകാരന്മാർ. പഠിത്തത്തിലേക്കെങ്കിലും ഇവരെ എത്തിക്കാൻ നമുക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടെന്ന് വിലയിരുത്തപ്പെടട്ടെ. പ്ലാച്ചിമട കോളനിയിൽ നിന്ന് ക്യാമറാമാൻ മനോജ് PL-നൊപ്പം സന്ധ്യ, മീഡിയ 1.